നമസ്കാരം. ബഹിരാകാശ രംഗത്ത് ഓരോ ദിവസം കഴിയുന്തോറും പുതിയ പുതിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ശാസ്ത്രജ്ഞന്മാർ മറ്റൊരു ബഹിരാകാശ ശാസ്ത്ര ഇന്ദ്രജാലം ഇപ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. ISROവിൻ്റെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് പാഡക്സ് ആണ് 220 കിലോഗ്രാം ഭാരം വരുന്ന ഇന്ത്യയുടെ ടാർഗറ്റ് സ്പേസ് ക്രാഫ്റ്റിനെയും ചേസർ സ്പേസ് ക്രാഫ്റ്റിനെയും ലോ എർത്ത് ഓർബിറ്റിൽ വെച്ച് അനായാസമായി സംയോജിപ്പിച്ചത്. ബഹിരാകാശത്ത് ഇന്ത്യയുടെ ടാർഗറ്റ് സ്പേസ് ക്രാഫ്റ്റും ചേസർ സ്പേസ് ക്രാഫ്റ്റും കൈകോർത്ത് കെട്ടിപ്പിടിച്ചപ്പോൾ അമേരിക്കയുടെ നാസ ശാസ്ത്രലോകം അടക്കം ലോകരാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്പേസ് ശാസ്ത്രലോകം ISROവിൻ്റെ ഈ അത്ഭുത ദൗത്യം കണ്ട് കൈയടിച്ചിരിക്കുകയാണ്. ഒരു സ്പേസ് ശാസ്ത്ര ലോകത്തിൻ്റെയും സഹായമില്ലാതെയാണ് ഇന്ത്യയുടെ ISRO ഈ അത്ഭുത ദൗത്യം യാഥാർത്ഥ്യമാക്കിയത്. ബഹിരാകാശ ശാസ്ത്ര മേഖലയിൽ ഇന്ത്യയുടെ ഈ പുതിയ സക്സസ് ഇന്ത്യയുടെ വരും കാലത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു പുതിയ ഉത്തേജനം നൽകുമെന്നാണ് ഇന്ത്യയുടെ ശാസ്ത്രലോകവും ഇന്ത്യൻ ജനതയും പ്രതീക്ഷിക്കുന്നത്. അമേരിക്കയും റഷ്യയും അതുപോലെ ചൈനയുമാണ് ഇതിനു മുൻപ് സ്പേസ് ക്രാഫ്റ്റുകൾ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് ചെയ്യുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തതും അത് ബഹിരാകാശത്ത് വെച്ച് പരീക്ഷിച്ച് വിജയിപ്പിച്ചതും. 1966 അമേരിക്കയുടെ നാസ ലോകത്തിലാദ്യമായി അവരുടെ ജെമിനി 8 സ്പേസ് ക്രാഫ്റ്റിനെ ബഹിരാകാശത്ത് വെച്ച് ആജ്ന ടാർഗറ്റ് വെഹിക്കിളുമായി സംയോജിപ്പിച്ചത്. 1967 റഷ്യയുടെ സോയൂസ് 7 സ്പേസ് ക്രാഫ്റ്റിനെ ഒരു അൺസ്ക്രൂഡ് സോയൂസ് 6 സ്പേസ് ക്രാഫ്റ്റുമായി ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിച്ചിരുന്നു. അതിനുശേഷം 2011 ചൈന അവരുടെ ഷൻസു 8 സ്പേസ് ക്രാഫ്റ്റിനെ ടിയാങ്കോങ് 1 സ്പേസ് ലബോറട്ടറി മോഡ്യൂളുമായി വിജയകരമായി സംയോജിപ്പിച്ചിരുന്നു. 2025 സ്പേസ് ക്രാഫ്റ്റ് ഡോക്കിംഗ് സംരംഭം വിജയകരമായി ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ച ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ രാജ്യമായി കഴിഞ്ഞിരിക്കുകയാണ്.